സഹോദരിമാർക്ക് ജോലി നഷ്ടമായിട്ട് ഏതാണ്ട് 4 വർഷമായി. കൊല്ലം കരുനാഗപ്പള്ളി ചാമ്പക്കടവിലെ ഈ പണിയിടം നിശ്ചലമായതോടെ ഇവരെ പോലെ ജോലി നഷ്ടമായവർ നിരവധിയാണ്. ആവതുള്ള സമയം 4 വർഷം അങ്ങ് പോയി. കയറ് പിരിക്കുന്ന ജീവിതങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കിയ മെഷീനുകളുടെ ശബ്ദം ഇന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ തൊഴിലാളികൾ നടന്നുപോയ വഴിയും അപ്രത്യക്ഷമായി. നമുക്ക് ഇല്ല. ആദ്യം 36 ദിവസം പൈസ ജോലി ചെയ്ത പൈസ അവര് തന്നില്ല. 3 വർഷമായിട്ടും തന്നില്ല. എന്നിട്ട് നമ്മളെ പിരിക്കാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി 25 ദിവസം പിരിച്ചു കൊടുത്തു. അതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ അവർ പൈസ ഞങ്ങൾക്ക് ഈ 25 ദിവസം ചെയ്ത പൈസ ഞങ്ങൾക്ക് വന്നെന്നും പറഞ്ഞ് വിളിച്ച് തന്നു. പിന്നില്ല 36 ദിവസം ആദ്യം ചെയ്ത പൈസ നമുക്ക് തന്നില്ല. പിന്നെ അവർ ചവരി ഇറക്കിയിടും, വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് വരുമെന്ന് പറഞ്ഞ ചകിരിയും അതേപടി ഇവിടെയുണ്ട്. 70 ലക്ഷത്തിലധികം രൂപ വരുന്ന സ്പിന്നിങ് വെൻഡിങ് മെഷീനുകളാണ് തുരുമ്പെടുക്കുന്നത്. ആധുനികതയിലേക്ക് നടന്നു കയറുമെന്ന് കരുതിയ പണിയിടത്തിലേക്ക് മക്കളെ കൊണ്ടുപോയവരാണ്. ഇപ്പം നമുക്ക് വിഷമമുണ്ട്, അത് കാണുന്നത് തന്നെ എനിക്ക് വിഷമമാണ്. കാര്യം ആകെപ്പാട് മൊത്തത്തിൽ കാട് മൂടി എല്ലാം കിടക്കുന്നു, എല്ലാം കിടന്നു, പണി ഉപകരണങ്ങളെല്ലാം കിടന്ന് നശിക്കുന്നു. കയറാൻ പോലും വഴിയില്ല, അങ്ങോട്ട് പോകണമെന്നൊട്ടും ഇല്ലാതാനും. കാര്യം ഇങ്ങനെ സംഘം കിടന്ന് നശിക്കുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. കുറഞ്ഞ വേതനവും ക്ഷേമനിധി പണം ലഭിക്കാത്തതും നിരവധി തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമായിട്ടുണ്ട്. കയർ മേഖലയിലെ തൊഴിലാളി സംഘങ്ങളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പരിഗണിച്ചാൽ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന് ചാമ്പക്കടവ് കയർ വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി. ഇത്രയധികം അടിസ്ഥാന സൗകര്യങ്ങളുള്ള തൊഴിലിടത്തിൽ ഇന്നും പ്രതീക്ഷ കൈവിടാത്തവരുണ്ട്. പോയി ചെയ്തു കൊടുത്തേ. ഞങ്ങൾ മാത്രമല്ല, 3-4 കൂട്ടുകാരുണ്ട്. എല്ലാം ശരിയാകുമെന്ന് കരുതി കാത്തിരുന്ന തൊഴിലാളികളോടാണ്. പണ്ടത്തെ പോലെ ആ മേൽക്കൂര ഇന്ന് പലയിടത്തുമില്ല. നടന്നു കയറാൻ നിങ്ങൾക്കൊരു വഴിയും ഇങ്ങോട്ടില്ല. നന്നാകുമെന്ന് കരുതി കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. പൊതുമുതൽ നശിക്കുകയെന്നാൽ അതിനോടൊപ്പം ഇല്ലാതാകുന്നത് നിരവധി മനുഷ്യരുടെ പ്രതീക്ഷകൾ കൂടിയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.